വെൽക്കം ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാദർ ഓഫ് എംപിരിസം എന്ന് അറിയപ്പെടുന്ന ഫ്രാൻസിസ് ബേക്കന്റെ ഓഫ് സ്റ്റഡീസ് എന്ന എസ്സേ ആണ്. സോ വിത്തൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓഫ് സ്റ്റഡീസ് എന്ന എസ്സേയിലൂടെ ഫ്രാൻസിസ് ബേക്കൻ പഠനത്തിന്റെ വാല്യൂ, പർപ്പസ് ആൻഡ് ആപ്ലിക്കേഷൻ എന്നിവയെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ വായനക്കാർക്ക് നൽകുന്നുണ്ട്. ഈ എസ്സേയുടെ മെയിൻ തീംസ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. 1 പർപ്പസ് ഓഫ് സ്റ്റഡി, 2 മിസ്യൂസ് ഓഫ് സ്റ്റഡി, 3 ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റഡീസ്. ഇനി നമുക്കിത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, പർപ്പസ് ഓഫ് സ്റ്റഡി. 3 പ്രധാന ലക്ഷ്യങ്ങളാണ് പഠനത്തിനുള്ളത്. 1 ഡിലൈറ്റ്, പഠനം മനുഷ്യന് ആനന്ദവും ഭൗതിക തൃപ്തിയും നൽകുന്നു. 2 ഓർണമെന്റ്, പഠനം മനുഷ്യർക്ക് അലങ്കാരമാണ്. സ്റ്റഡീസ് അവരുടെ ആശയത്തെയും കമ്മ്യൂണിക്കേഷനെയും മെച്ചപ്പെടുത്തുന്നു. 3 എബിലിറ്റി, മനുഷ്യന്റെ ഡിസിഷൻ മേക്കിങ്ങിലും ജഡ്ജ്മെന്റിലും പഠനത്തിന് സ്വാധീനമുണ്ടെന്നാണ് ബേക്കൺ വ്യക്തമാക്കുന്നത്. ഇനി നെക്സ്റ്റ് തീമാണ് മിസ്യൂസ് ഓഫ് സ്റ്റഡീസ്. ഓഫ് സ്റ്റഡീസ് എന്ന എസ്സേയിലൂടെ പഠനത്തിന്റെ ഉപയോഗങ്ങൾ മാത്രമല്ല പഠനത്തിന്റെ ദുരുപയോഗത്തെ പറ്റിയിട്ടും ബേക്കൻ ചർച്ച ചെയ്യുന്നുണ്ട്. ബേക്കന്റെ അഭിപ്രായത്തിൽ അധിക നേരം പഠനത്തിന് ചിലവഴിക്കൽ അലസതയെ വിളിച്ചു വരുത്തും. അതുപോലെ പഠനം പ്രദർശനത്തിനു വേണ്ടി ഉപയോഗിക്കൽ അന്തസ്സില്ലാത്ത ഒരു കാര്യമാണ്. അതുപോലെ ഒരാൾ ഡിസിഷൻ മേക്കിങ്ങിന് കൂടുതലായി പഠനങ്ങളെ ആശ്രയിക്കുകയാണെങ്കിൽ അത് അയാളുടെ പേഴ്സണൽ ജഡ്ജ്മെന്റിന്റെ കുറവിനെയാണ് ചൂണ്ടിക്കാട്ടുക. ഇനി 3 തീമാണ് അപ്ലിക്കേഷൻ ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. പഠനങ്ങളെ തിയറികളിൽ മാത്രം ഒതുക്കാതെ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ബേക്കൺ. പഠനം ചിന്തയെ മെച്ചപ്പെടുത്തും, എന്നാൽ അനുഭവം പ്രാക്ടിക്കൽ വിസ്ഡത്തിന് അത്യാവശ്യമാണ്. നെക്സ്റ്റ്, ബെനിഫിറ്റ്സ് ഓഫ് റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് കോൺവെർസേഷൻ എന്നുള്ളതിനെ കുറിച്ച് ബേക്കൺ എന്താണ് പറയുന്നത് നോക്കാം. ലേണിംഗ് പ്രോസസ്സിലെ 3 ടൂളുകളാണ് റീഡിംഗ്, റൈറ്റിംഗ്, കോൺവെർസേഷൻ എന്ന് പറയുന്നത്. റീഡിംഗ് മനുഷ്യന്റെ അറിവിന്റെ ആഴം കൂട്ടുന്നു. റൈറ്റിംഗ് ചിന്തയുടെ ക്ലാരിറ്റിയും കൃത്യതയും വികസിപ്പിക്കുന്നു. 3 കോൺവെർസേഷൻ അഥവാ സംസാരം മനുഷ്യന്റെ ചിന്താധാരണയെയും കഴിവിനെയും മെച്ചപ്പെടുത്തുന്നു. നെക്സ്റ്റ് ആയിട്ട് അദ്ദേഹം ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ടൈപ്പ് ഓഫ് ബുക്സ് ആൻഡ് റീഡിംഗ് മെത്തേഡ്. എല്ലാ പുസ്തകങ്ങൾക്കും ഒരേ തോതിലുള്ള ശ്രദ്ധ ആവശ്യമില്ല. ചില പുസ്തകങ്ങൾ രുചിക്കാവുന്നവയാണ്, അതായത് ഏതാനും ഭാഗം വായിച്ച് കാര്യം മനസ്സിലാക്കേണ്ടവ. ചിലതോ സ്വാലോ ചെയ്യേണ്ടവ, അതായത് മുഴുവൻ വായിക്കേണ്ടി വരും എന്നാൽ മുഴുവൻ അറിഞ്ഞിരിക്കേണ്ടതില്ല. മറ്റു ചിലതാണെങ്കിലോ ചൂഡ് ആൻഡ് ഡൈജസ്റ്റഡ്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ചില പുസ്തകങ്ങൾ പൂർണ്ണമായും തറോ ആയി വായിക്കുകയും മനസ്സിലാക്കുകയും വേണ്ടവയായിരിക്കും. ഇനി എഫക്ട് ഓഫ് സ്റ്റഡീസ് ഓൺ മൈൻഡ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് ബേക്കൺ എന്താണ് ചർച്ച ചെയ്യുന്നത് നോക്കാം. പഠനത്തിന് മെന്റൽ ഹെൽത്തിനെ ഉത്തേജിപ്പിക്കാനും ശാന്തമാക്കാനും കഴിവുണ്ട്. ഇതിന് 4 എക്സാമ്പിൾസും അദ്ദേഹം എസ്സേയിൽ നൽകുന്നു. 1 ഹിസ്റ്ററി മേക്സ് മെൻ വൈസ്, 2 പോയട്രി മേക്സ് ദം ഇമാജിനേറ്റീവ്, 3 മാത്തമാറ്റിക്സ് മേക്സ് ദം അക്യുറേറ്റ്, 4 philosophy makes them deep thinkers. മനുഷ്യന്റെ ഓരോ ദൗർബല്യത്തിനും പ്രശ്നങ്ങൾക്കും അതിന് യോജിച്ച പഠനങ്ങൾ ഉണ്ടെന്നാണ് ബേക്കൺ പറയുന്നത്. തന്റെ വായനക്കാർക്ക് ഒരു ഉപദേശം നൽകിക്കൊണ്ടാണ് ബേക്കൺ ഓഫ് സ്റ്റഡീസ് എന്ന എസ്സേ അവസാനിപ്പിക്കുന്നത്. പഠനങ്ങളെ മനുഷ്യർ എക്സ്പീരിയൻസുമായി ബാലൻസ് ചെയ്യുകയും പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളെ യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളുമായി ചേർത്താൽ മാത്രമേ ഒരാൾക്ക് യഥാർത്ഥ ബുദ്ധി കൈവരിക്കുകയുള്ളൂ എന്നതാണ് ബേക്കന്റെ ഉപദേശം. സോ ഇതാണ് ഓഫ് സ്റ്റഡീസ് എന്ന എസ്സേയുടെ സമ്മറി എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് ഓഫ് സ്റ്റഡീസ് എന്ന പാഠത്തിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ലഭിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് ലെറ്റ് മീ നോ. ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ടുഡേസ് വീഡിയോ. ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്, സപ്പോർട്ട് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.